Hello, welcome to my channel. So last class what we were discussing about ionization enthalpy, electron gain enthalpy, all these concepts we have discussed. Along with that many questions, indirect questions also we have discussed. So today we are going with another topic that is very important, that is electronegativity. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നോട്ട് ഓൺലി നമുക്കൊരു മാർക്ക് കിട്ടണം എന്ന രീതിയിൽ മാത്രമല്ല ഈ ഒരു ടോപ്പിക്. ദിസ് ടോപ്പിക് ഞങ്ങളുടെ ട്വൽത്തിൽ വേണ്ട, നമ്മളിനിപ്പോൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഒക്കെ പറയുന്ന സമയത്ത് ഈ ടേം ഞാൻ അവിടെയൊക്കെ യൂസ് ചെയ്യും. ഞാനല്ല ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ യു ഷുഡ് നോ വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ബോണ്ടിങ് ഒക്കെ പറയുന്ന സമയത്ത് സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിരിക്കും ഇലക്ട്രോനെഗറ്റീവ് അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നൊക്കെ പറയണം. പിന്നെ അതേപോലെ ട്വൽത്തിലെത്തിയാലും നിങ്ങൾ ഓർഗാനിക് റിയാക്ഷൻസ് പഠിക്കുമ്പോഴൊക്കെ പറയും ദിസ് എലിമെൻറ്റ് ഇസ് ഹാവിങ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ കട്ട് ഐഡിയ വേണം. അപ്പോൾ ഈ ക്ലാസ് കണ്ടാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ? അതിന് മുന്നേ കുഞ്ഞൊരു കാര്യം ചോദിക്കണം, എങ്ങനെയൊരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? നിങ്ങളിത് 9th പഠിച്ചിട്ടുണ്ട്, ബോണ്ട് അല്ലേ, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അതിൽ കോവലന്റ് ബോണ്ടും അയണിക് ബോണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ എ കോവലന്റ് ബോണ്ട്? ഇനി ആ ടോപ്പിക് എനിക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ലെസണിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് എന്ന ലെസൺ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി അതും അറിയാത്തവർക്ക് ഞാൻ 9th എടുത്തൊരു ടോപ്പിക്കിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നുണ്ട്. അത് സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വേണമെങ്കിൽ റെഫർ ചെയ്തോളൂ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് ആ വീഡിയോ കാണുക. അപ്പോൾ എന്താണ് കോവലന്റ് ബോണ്ട്? കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോണ്ടിങ് വെൻ ആറ്റം ഇസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ബോണ്ടിങ് ഇൻ ഓർഡർ ടു അറ്റെയിൻ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെജോറിറ്റി ഓഫ് ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ ടേക്ക് പാർട്ട് ചെയ്യുമ്പോൾ അവർ ഈ ഇലക്ട്രോൺസിന് ചില എലിമെൻറ്റ്സ് ഇലക്ട്രോൺസിന് കൊടുക്കും, ചില എലിമെൻറ്റ്സ് ഇലക്ട്രോണിനെ വാങ്ങും. അതിൽ ചില എലിമെൻറ്റ്സ് ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യും. അപ്പം ഉണ്ടാവുന്ന ഒരു ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ദ ബോണ്ട് ഫോം ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ആറ്റംസ്. ആറ്റംസ് തമ്മിൽ അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺസിന് ഒരു മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യും. ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ആരും എടുക്കത്തില്ല, ബട്ട് ദേ വിൽ ഷെയർ. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കോവലന്റ് ബോണ്ടിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞത്, ദാറ്റ് ഈസ് ക്ലോറിൻ മോളിക്യൂൾ എടുക്കുകയാണ് കേട്ടോ. ക്ലോറിൻ മോളിക്യൂൾ, ഹൗ ക്ലോറിൻ മോളിക്യൂൾ ഇസ് ഫോംഡ് എന്നുള്ളത്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പം നമ്മളൊന്ന് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 2 4 6 12 13 14 15 16 17. ഓക്കെ ഫൈൻ. 1s2 2s2 2p6 3s2 3p5. ഇതാണ് ക്ലോറിൻ്റെ 2 4 6 12 12 + 5 17. ഇതാണ് ക്ലോറിൻ്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്ക് ഇങ്ങനെ എഴുതാം. 2 8 7 അല്ലേ? 7 ഇലക്ട്രോൺ. ഏതൊരു ആറ്റത്തിനും എന്ത് ടെൻഡൻസി ഉണ്ടാവുക? ഇറ്റ് ഷുഡ് ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാപ്പിയായി. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന് പറയാം. ക്ലോറിൻ്റെ കയ്യിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ്. നമ്മളെപ്പോഴും ഇങ്ങനെ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ നമ്പർ മാത്രമേ കാണിക്കൂ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഇതിലെടുക്കും കേട്ടോ. ഏതായിരുന്നു നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എടുക്കുമ്പോൾ. ഇത് 9th പഠിച്ച കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ഈ ക്ലോറിന് ഒരു ഇലക്ട്രോൺ വേണം, ഈ ക്ലോറിനും ഒരു ഇലക്ട്രോൺ വേണം അല്ലേ? 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ദേ ക്യാൻ ഫോം എ മോളിക്യൂൾ. അപ്പോൾ ഈ ക്ലോറിൻ ചോദിക്കും, നീ ഒരു ഇലക്ട്രോണിനെ എനിക്ക് തരും. അപ്പോൾ ഈ ക്ലോറിൻ പറയും, പറ്റൂല, എനിക്കൊരു ഇലക്ട്രോണിനെ നീ തരുമെന്ന് നിൽക്കും. അപ്പോൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച കാര്യം നടക്കുമോ? നിങ്ങൾ ഈ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആനിമേറ്റഡൊക്കെ ആയിട്ട് ചിന്തിക്കും കേട്ടോ. ഒരാൾ സംസാരിക്കുന്നതായിരിക്കും, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലോറിൻ പറയും, ഇല്ല ഞാനും തരില്ല. അപ്പോൾ ഈ ക്ലോറിൻ പറയും, ഞാനും തരില്ല, എനിക്കും ഒരു ഇലക്ട്രോൺ വേണം, എന്നാൽ ഞാൻ സ്റ്റേബിളാണ്. അപ്പോൾ ഇവർ രണ്ടാളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓക്കെ നമുക്ക് രണ്ടാൾക്കും ഇലക്ട്രോൺ. എന്തുകൊണ്ട്? നമുക്ക് നമ്മുടെ രണ്ടാൾ ഇലക്ട്രോണും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. അതായത് നിൻ്റെ ഇലക്ട്രോണ് നീ എനിക്ക് ഷെയർ ചെയ്യാം, ഞാൻ എൻ്റെ ഇലക്ട്രോണ് നിനക്കും ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് രണ്ടുപേർക്കും 8 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വഴി നമുക്ക് നല്ല സ്ട്രോങ് ബോണ്ടും ഫോം ചെയ്യാം. അപ്പോൾ അവരെന്ത് ചെയ്യും?
ഇവർ ഈ ഇലക്ട്രോൺ ഇതിനും ഷെയർ ചെയ്യും, ഈ ഇലക്ട്രോണ് ഇതിനും ഷെയർ ചെയ്യും. അപ്പം എങ്ങനെ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ഷെയറിങ്ങിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും. അതായത് ഇയാൾക്ക് കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല, ബട്ട് ഷെയർ ചെയ്തു. ഇയാൾക്ക് കൊടുത്തോന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, ദേ ഷെയർഡ് ദെയർ ബോണ്ട്. അതായത് ഇവർ രണ്ടുപേരും നിങ്ങൾക്കാണെങ്കിലും ഒരു ടേബിൾ പഠിക്കാൻ കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഒരു ചേച്ചിയോ അനിയനാണെന്ന് വിചാരിക്കുന്ന സമയത്ത് അമ്മ പറയാം ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആദ്യം പറയും ഇത് എൻ്റെ ടേബിളാണ്, ഒരാൾ വലിക്കുക. അപ്പം മറ്റേ ആൾ പറയുന്നത് എൻ്റെ ടേബിളാന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം നടക്കില്ല, രണ്ടാൾക്കും പഠിക്കണം. അപ്പോൾ രണ്ടുപേരും ഓക്കെ ഞാൻ ഒരു എൻഡിലിരുന്ന് പഠിക്കുക, നീ ഒരു എൻഡിലിരുന്ന് പഠിക്കുക. അവിടെ എന്തായി സംഭവം? ഷെയറിങ് നടന്നു, രണ്ടാൾക്കും എന്ത് കിട്ടി? ആ ടേബിളും കിട്ടി. അതേപോലെ തന്നെ എന്തായി ഇവിടെ രണ്ടുപേർക്കും ഇലക്ട്രോൺസും കിട്ടി. ദേ ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആൻഡ് ദേ ഹാവ് ഫോംഡ് എ കോവലന്റ് ബോണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് covalent bonding. That is the mutual sharing of electron take place in this type of atoms. അതായത് ഇങ്ങനെയുള്ള ആറ്റംസിൻ്റെ തമ്മിൽ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ടോപ്പിക്കാണ് മാം പറയുന്നത്, പിന്നെ എന്തിനാ ഈ കോവലന്റ് ബോണ്ട് പറഞ്ഞാലേ കാര്യം മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇനി ഈ ക്ലോറിനും ഒരേ ആൾക്കാരല്ലേ, ഒരേ ആറ്റോമിക് നമ്പർ, ഒരേ പ്രോട്ടോൺ, ഒരേ ഇലക്ട്രോൺ, എല്ലാ ആൾക്കാർ അവരുടെ സ്ട്രെങ്ത്തും ഒരുപോലെ ആയിരിക്കും. സോ ദ ബോണ്ടഡ് പെയർ, അതായത് ഈ ബോണ്ട് ചെയ്തിരിക്കുന്ന പെയർ ഇലക്ട്രോൺ, രണ്ട് ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ചെയ്തിരിക്കുകയാണല്ലോ, രണ്ട് ഇലക്ട്രോൺസ്, ഇവർ രണ്ടാളെയും സെൻറ്ററിലായിട്ട് നിൽക്കും. കാരണം രണ്ടാൾക്കും ഒരേ സ്ട്രെങ്ത്താണ്. അപ്പോൾ എന്ത് പറ്റും? ഇതും എന്തായിരിക്കും? ആ ബോണ്ടഡ് പെയർ സെൻറ്ററിൽ നിൽക്കും. അപ്പോൾ രണ്ടാൾക്കും പ്രശ്നമില്ല, രണ്ടാളും ഹാപ്പി. ഇനി നമ്മൾ വേറൊരാളെ കേസ് എടുക്കാം. ഇതിപ്പം ഒരേ മോളിക്യൂൾ, ഇങ്ങനെയുള്ള ഒരേ ടൈപ്പ് ഓഫ് ആറ്റംസ് ഫോം ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മൾ ഹോമോന്യൂക്ലിയർ മോളിക്യൂളിന് ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ വിചാരിക്കുക HCl എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളാണ് ഫോം ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹൈഡ്രജൻ ആറ്റോമിക് നമ്പർ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1 ആണ്. ക്ലോറിൻ 17. ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ 1s1 ആണ്. ഹൈഡ്രജൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആകെ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ. അതിൽ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടി, അത് കംപ്ലീറ്റ്ലി ഫിൽഡായി, അത് ഹാപ്പിയായി, അത് സ്റ്റേബിളായി. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി 1 ഷെൽ. ഒരു ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് എസ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണും കൂടെ മതി. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. അപ്പോൾ അതിന് എന്ത് ഇൻട്രസ്റ്റ് ആവും? ഐ വോണ്ട് 1 more ഇലക്ട്രോൺ. ഇനി ക്ലോറിൻ്റെ കേസ് എടുക്കാം. ക്ലോറിൻ എന്താ ചെയ്യണത്? ക്ലോറിൻ്റെ കയ്യിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ക്ലോറിനും എന്ത് വേണം? ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ കുഴപ്പമില്ല എന്നുണ്ടാവും അല്ലേ? ഒരു ഇലക്ട്രോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. ക്ലോറിൻ കൊടുക്കുമോ? ഇല്ല, കാരണം ഇറ്റ് റിക്വയർസ് 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ കൊടുക്കുമോ? അതും കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ് റിക്വയർസ് 1 ഇലക്ട്രോൺ. അപ്പോൾ ഇവർ വീണ്ടും ടൈപ്പിലാണ്. ഓക്കെ, നീ തരണ്ട, ഞാനും തരില്ല, പക്ഷെ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഹൈഡ്രജൻ പറയും ഓക്കെ ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോണിനെ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ പറയും ഓക്കെ ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോണിനെ ഇവിടെ. അപ്പം നമ്മളങ്ങനെ ഷെയർ ചെയ്തിട്ട് നമുക്കൊരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഇവരൊരു ബോണ്ട് ഫോം ചെയ്തു. സോ ഹൈഡ്രജൻ സ്റ്റേബിളായി 2 ഇലക്ട്രോണിനെ കിട്ടി, ക്ലോറിനും സ്റ്റേബിളായി 2 ഇലക്ട്രോണിനെ കിട്ടി. അത്രയും കാര്യം മനസ്സിലായോ? ഇവിടെ എൻ്റെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഇലക്ട്രോൺസിനെ മ്യൂച്വലി ഷെയർ ചെയ്തിട്ട് ഇവിടെ ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ ക്ലോറിനും കോവലന്റ് ബോണ്ട് ഫോം ചെയ്തു. രണ്ടാൾക്കാർക്കും ഒരേ പവറാണ്, ഒരേ സ്ട്രെങ്ത് ആണ്. അപ്പം ബോണ്ടഡ് പെയർ, അതായത് ഈ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ പെയർ നടുക്ക് അവരുടെ സെൻറ്ററിൽ നിൽക്കും. പക്ഷേ ഈ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കേസിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വേറൊരു ആറ്റമാണ്, ക്ലോറിൻ എന്ന് പറയുന്നത് വേറെ, രണ്ടാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഈ ബോണ്ടഡ് പെയറിൽ, ഇതാണ് ഇപ്പോൾ ബോണ്ടഡ് പെയർ, 2 ഇലക്ട്രോൺസിലെ ബോണ്ടഡ് പെയർ തന്നെ 2 ഇലക്ട്രോൺസ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹൈഡ്രജനേക്കാട്ട് ക്ലോറിൻ ഒരു ഇത്തിരി പവർ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെന്താ? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ക്ലോറിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ചുകൂടെ കൂടുതൽ. അപ്പോൾ അതെന്ത് ചെയ്യുന്നറിയോ? ഇലക്ട്രോണിനെ പതുക്കെ ഇതിൻ്റെ അടുത്തേക്ക് വലിക്കും. കംപ്ലീറ്റ് ആയിട്ട് വലിക്കില്ല, ബട്ട് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു attract the electron, that bonded pair of electron more towards it. ഇതിൻ്റെ അടുത്തേക്ക്, അതായത് സെൻറ്ററിൽ നിൽക്കേണ്ട ബോണ്ടഡ് പെയർ ഇത് പതുക്കെ ഇതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. സ്ലൈറ്റ്ലി ഇറ്റ് അട്രാക്ട്. ദ ടെൻഡൻസി ഓഫ് ദിസ് ക്ലോറിൻ ആറ്റം ഇസ് ടു അട്രാക്ട് ദ ബോണ്ടഡ് പെയർ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഈ ബോണ്ടഡ് പെയർ ഇവിടേക്ക് സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ആവും അല്ലേ? സ്ലൈറ്റ്ലി ഇതിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവും. അതെന്തുകൊണ്ടാണ്? അതിന് ഞാൻ നേരത്തെ പലൊരു എക്സാമ്പിൾ, അമ്മ നിങ്ങൾക്കൊരു ടേബിൾ തന്നു പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആദ്യം പിടിച്ചു വലിച്ചു, രണ്ടാൾക്കും ഒരേ ശക്തിയാണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ പറയാം ഓക്കെ നമ്മൾ കോംപ്രമൈസിലെത്തി, ഞാൻ ഈ എൻഡിലിരിക്കുക, ആ എൻഡിലിരിക്കുക.
അതായിരുന്നു ക്ലോറിൻ. ഇനി ഇതേ ടേബിൾ തന്നെ അമ്മ കുറച്ചുകൂടെ നല്ല പവർഫുള്ളായ ഒരു ഏട്ടനും അനിയത്തിക്കും കൊടുത്ത്. ഏട്ടന് യാതൊരു കാരണവശാലും അനിയത്തിക്ക് വിട്ടു കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. ബെഞ്ച് വലിയോട് വലിയ ലാസ്റ്റ് അമ്മ വന്ന് പറയും, ഇനി രണ്ടുപേരും അടി കൂടുകയാണെങ്കിൽ എന്ത് തരത്തില്ല, ടേബിൾ തരത്തില്ലെന്ന്. അപ്പം നിങ്ങൾ കോംപ്രമൈസിൽ ഓക്കെ, നമുക്ക് രണ്ടാൾക്ക് രണ്ട് എൻഡിൽ ഇരിക്കാന്നൊക്കെ പറയും. പക്ഷെ അമ്മ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പവറുള്ള ആൾ എന്ത് ചെയ്യും, ആഹാ എന്ന് പറഞ്ഞു കണ്ട് ടേബിൾ കുറച്ച് അടുത്തേക്ക് വലിക്കും. ടേബിൾ മറ്റേ ആളടുത്തേക്കാട്ട് കുറച്ച് സ്പീഡിൽ. അതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ അറിയില്ല, ഞങ്ങളൊക്കെ കുഞ്ഞാകുമ്പം ഏത് തരത്തിലുള്ള അടികൾ പല രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ടേബിൾ ആ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആളടുത്തേക്ക് നീങ്ങി നിൽക്കും കേട്ടോ. ഇനി പവറൊന്നും വേണ്ട, അവിടെ കാര്യസാമർത്ഥ്യമാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കാര്യസാമർത്ഥ്യത്തിൽ ദിസ് ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ പവർ. അതായത് ഒരു ആറ്റത്തിന് മറ്റാറ്റത്തിനേക്കാളും ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഇത്രയും ഞാൻ വളഞ്ഞു വന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി? ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് എ ബോണ്ട് പെയർ towards itself, or the tendency of an atom to attract shared pair of electron more towards it. That tendency is known as electronegativity. ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ദ ടെൻഡൻസി ഓഫ് ആൻ atom to attract the shared pair of electron more towards it. That tendency or that power is known as electronegativity. കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചു അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് നോട്ട്. ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഇറ്റ്സ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഡിറ്റർമിൻ, അല്ലെങ്കിൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പല സയൻറ്റിസ്റ്റുകൾ ദേ ഹാവ് മെയ്ഡ് ഡിഫറെൻറ്റ് മെത്തേഡ്. അങ്ങനെ അവർ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂ അവർ ഇലക്ട്രോൺ എഫിനിറ്റീൻ്റെയും അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെയും ഇലക്ട്രോൺ എഫിനിറ്റി ഒക്കെ വെച്ചിട്ട് കുറേ കാൽക്കുലേഷൻസ് ചെയ്തിട്ട് ദേ ഹാവ് ഫൗണ്ട് ഔട്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കും കേട്ടോ, എങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പല സയൻറ്റിസ്റ്റുകളും ബേസ്ഡ് അപ്പോൺ ദ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രോൺ എഫിനിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ടെൻഡൻസി ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ആ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് നമ്മൾ പറയും എന്തായിരുന്നു, ഇലക്ട്രോൺ എഫിനിറ്റി. അത് ലാസ്റ്റ് ക്ലാസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ മെനി സയൻറ്റിസ്റ്റ് ഹാവ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ബൈ കൺസിഡറിങ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രോൺ എഫിനിറ്റി. അതിനെ ബേസ് ചെയ്തിട്ട് പല സയൻറ്റിസ്റ്റുകൾ പല ഫോർമുല വെച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ഓഫ് ഓൾ ദ എലിമെൻറ്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ദേ ഹാവ് ഡിറ്റർമിൻ. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത് പോളിങ്ങിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് ഹി ഹാസ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓൾ ദ എലിമെൻറ്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ബൈ യൂസിങ് എ ഫോർമുല. ആ ഒരു ചാർട്ട് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലിമെൻറ്റ്സിന്. നമ്മൾ ഈ അറ്റോമിക് നമ്പർ എഴുതുന്ന പോലെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി എഴുതിയിട്ടുള്ളൊരു ചാർട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എലിമെൻറ്റ്സിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം പോളിങ്ങിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. പലതുണ്ട് കേട്ടോ. ആൽഫ്രഡ് റോച്ചോൻ്റെ സ്കെയിലുണ്ട്, പിന്നെ മുല്ലിക്കൻ സ്കെയിലുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിങ്ങിൻ്റെ സ്കെയിലാണ്. ബേസ്ഡ് അപ്പോൺ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോൺ എഫിനിറ്റിയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ മൂവ് ടുവേർഡ്സ് ഇറ്റ്. ദ ടെൻഡൻസി ഇസ് നോൺ ആസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി cannot be easily calculated as we determine like ionization potential or electronegativity, electron affinity. Here we have to use different methods. Out of this we are using Pauling's electronegativity scale for determining the electronegativity of the elements in the periodic table, and it was found that the element fluorine എന്ന് പറഞ്ഞ എലിമെൻ്റ് ആണ്. ഇറ്റ്സ് ഫൗണ്ട് ടു ബി ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ്. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ കമ്പയർ ടു ഓൾ അതർ ആറ്റംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലുള്ള ഏത് എലിമെൻറ്റിനെക്കാട്ടും ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അക്സെപ്റ്റ് ദ ഇലക്ട്രോൺ മോർ ടുവേർഡ്സ് ഇറ്റ്. ഫ്ലൂറിനാണ്.
പിന്നെ ഏറ്റവും ലെസ് ഇലക്ട്രോ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ സീഷ്യം എന്ന് പറഞ്ഞ മെറ്റൽ. സീഷ്യമാണ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് എലിമെൻറ്റ്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ വെച്ചിട്ട് പോളിംഗ് കണ്ടുപിടിച്ചതിൽ ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് സീഷ്യം ഇസ് ഫൗണ്ട് ടു ബി ദ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റ്. ഇനി ഒരു ഫോർമുല പറയുമ്പം ഞാൻ പറയണത് ദിസ് ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേണം ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഓർ അട്രാക്ട് ദ ഷെയർഡ് പെയർ ഇലക്ട്രോൺ മോർ ടുവേർഡ്സ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഇറ്റ് ഹാസ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ HCl, chlorine is having more tendency to accept or attract the shared pair. So chlorine is more electronegative than that of hydrogen. ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഇലക്ട്രോനെഗറ്റീവ് സ്കെയിൽ വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ പോളിംഗ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഹൈഡ്രജനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിനൊക്കെയാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ ഈ ലെസൺ എന്തിനാണ് പഠിക്കുന്നത്? വേരിയേഷൻ, ഹൗ ദിസ് ഇലക്ട്രോനെഗറ്റിവിറ്റി വേരീസ് അലോങ് എ ഗ്രൂപ്പ് ആൻഡ് അലോങ് എ പീരിയഡ്. അത് നമുക്കറിയണമല്ലോ, വെരി സിമ്പിളാണ്. നിങ്ങൾ തന്നെ ഇപ്പം എന്നോട് ഈസി ആയിട്ട് പറഞ്ഞു തരും അല്ലേ, ഒരു കാര്യമില്ല, ഇപ്പം എല്ലാം നിങ്ങൾക്കറിയാം. ഇതാണ് താഴേക്ക് വരുന്നതാണ് ഗ്രൂപ്പ്, ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എന്ത്? പീരിയഡ്. അപ്പോൾ നമുക്കറിയാം പീരിയഡിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? സൈസ് ഓഫ് ദി ആറ്റം ചെറുതായി വരും. താഴേക്ക് വരുമ്പോൾ എന്ത് പറ്റും? സൈസ് ഇൻക്രീസ് ആയിട്ട് വരും അല്ലേ. ഇനി നിങ്ങൾ പറയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഈ സൈസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന ടെൻഡൻസി ടു അട്രാക്ട് ദി ഇലക്ട്രോൺ പെയർ ടുവേർഡ്സ് ഇറ്റ് ആണ്. അതൊരു ടെൻഡൻസിയാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പം സൈസ് കുറയുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടും. സോ ദ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ദ ഇലക്ട്രോൺ മോർ ടുവേർഡ്സ് ഇറ്റ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ദ ഇലക്ട്രോൺ ഇൻക്രീസസ് ആസ് വി മൂവ് അക്രോസ് എ പീരിയഡ്. താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുകയാണ്. സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് പറയും? ന്യൂക്ലിയർ ചാർജ് കുറയും. സോ ദ ടെൻഡൻസി ടു അട്രാക്ട് ദി ഇലക്ട്രോൺ മോർ ടുവേർഡ്സ് ഇറ്റ് ഡിക്രീസസ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി decreases as we move down the group. Question: why electronegativity increases as we move across a period? അപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം, പീരിയഡ് സൈസ് കുറയും. As we move across the period, the size of an atom decreases. As the size decreases, the nuclear charge increases. So it can attract the electron more towards us. That is why electronegativity increases as we move across a period. Electronegativity decreases as we move down the group. This is because down the group size of an atom increases. As the size increases, the nuclear power or nuclear charge decreases. Nuclear power, that is nuclear charge decreases. So it has a less tendency to nuclear charge കുറയുന്നല്ല. എന്താണ്? ആസ് ദി സൈസ് ഇൻക്രീസസ് ദ പവർ ടു അട്രാക്ട് ദ ഇലക്ട്രോൺ ഡിക്രീസസ്. എന്തുകൊണ്ട്? സൈസ് കൂടുമ്പോൾ ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. സോ ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്, ദെർബൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ഇത്രയും കാര്യം മനസ്സിലായ നിങ്ങൾക്ക് നന്നായിട്ട്. ഇനി ആപ്ലിക്കേഷൻ, ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി അറിയുന്നതുകൊണ്ട് ആ വാല്യൂ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? സോ വാട്ട് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? The first application, we can identify whether an element is a metallic, whether an element is having a metallic character or a non-metallic character. അതായത് തന്നിരിക്കുന്ന എലിമെൻറ്റ് മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താണ് മെറ്റാലിക് ക്യാരക്ടർ, എന്താണ് ഒരു ആറ്റത്തിൻ്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ? മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദറ്റ് എലിമെൻറ്റ് ഹാസ് എ ടെൻഡൻസി ടു ലൂസ് എൻ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. ടെൻഡൻസി ടു ലൂസ് ആൻ ഇലക്ട്രോൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? മെറ്റാലിക് ക്യാരക്ടർ. നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയെ നമ്മൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്നും, മെറ്റാലിക് ക്യാരക്ടർ എന്ന ടെൻഡൻസി ടു ലൂസ് ആൻ ഇലക്ട്രോൺ. അപ്പം നിങ്ങൾ പറയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും മെറ്റാലിക് ക്യാരക്ടറും തമ്മിൽ എന്താ ബന്ധം? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആറ്റം തന്നെ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്കാർ എന്തായിരിക്കും? ദേ വിൽ ബി ഹാവിങ്
നോൺ മെറ്റാലിക് ക്യാരക്ടർ അല്ലേ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, ദേ ഹാവ് എ ടെൻഡൻസി ടു ലൂസ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് എന്ത് ക്യാരക്ടർ ഉണ്ടാവുക? ദേ ഹാവ് മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ മനസ്സിലായാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് നമുക്ക് എല്ലാം എക്സാം ഹാളിൽ നിന്ന് കൺഫ്യൂഷൻ ബേസായിട്ട് അത് കാര്യം മനസ്സിലാക്കി പഠിച്ചോ. നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്നല്ല ആര് ചോദിച്ചാലും കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. ഇന്നതാണ് കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക്. അതിനാണല്ലോ നമ്മൾ ഇത്രയും ഒരു ചെറിയ ടോപ്പിക് ഒരു 20-30 മിനിറ്റ് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് തറുവാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് എന്താ ഇതിങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഞാൻ എപ്പോഴും പറയും നമ്മൾ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല ഒരു കാര്യം. ചിലതൊക്കെ നമുക്കിപ്പോൾ ബൈ ഹാർട്ട് പഠിക്കണം, ഞാൻ വല്ല ഇപ്പോൾ പോയമാണെങ്കിൽ അല്ലെങ്കിൽ ചില ഇപ്പോൾ പീരിയോഡിക് ടേബിൾ നമുക്കതിന് ഓപ്ഷൻസ് ഇല്ല. അപ്പം ഇങ്ങനത്തെ കാര്യമൊക്കെ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാട്ടോ. അപ്പോൾ എന്താണ് മെറ്റൽസ് പറഞ്ഞാൽ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ ആണ്, നോൺ മെറ്റലിന് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പം ഇവിടെ എന്തായി നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ക്യാരക്ടർ ആയിരിക്കും? മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ ഒരു എലിമെൻറ്റിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഫ്ലൂറിൻ ഇസ് എ നോൺ മെറ്റൽ. സീഷ്യം ഇസ് ദ എലിമെൻറ്റ് വിച്ച് ഇസ് ഹാവിങ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ, മീൻസ് സീഷ്യം ഇസ് ഹാവിങ് എ മെറ്റാലിക് ക്യാരക്ടർ. അപ്പോൾ ഇത്രയും കാര്യം നമുക്കൊരു ഇലക്ട്രോനെഗറ്റിവിറ്റീൻ്റെ വാല്യൂ കണ്ടാൽ മനസ്സിലാവും. അടുത്തത് ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റീൻ്റെ വാല്യൂ, അതായത് നമ്മളിപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്ത രണ്ട് എലിമെൻറ്റ്സിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ അറിയാമെങ്കിൽ വി ക്യാൻ ടെൽ വെദർ ദ ബോണ്ട് ഇസ് പോളാർ ആണോ നോൺ പോളാർ ആണോ. എന്താ ഈ പോളാറും നോൺ പോളാറും? പോളാർ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ദ ബോണ്ട്സ് വിച്ച് ആർ ഹാവിങ് എ സ്ലൈറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അയണിക് ആയില്ലേ, ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോണ്ടിങ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയും. നോൺ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോണ്ട് ഡസ് നോട്ട് ഹാവ്, അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനുള്ള ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ക്ലോറിൻ ഞാൻ പറഞ്ഞു രണ്ട് പേർക്കും ഒരേ സ്ട്രെങ്ത് ആണ്. സോ ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ടു ആറ്റം, ബോണ്ട് അവിടെ നിൽക്കും. പക്ഷേ HCl എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ ബോണ്ടഡ് പെയർ ഹാസ് എ ടെൻഡൻസി ടു ഷിഫ്റ്റ് മോർ ടുവേർഡ്സ് ദ ക്ലോറിൻ ആൻഡ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി, അതായത് ഹൈഡ്രജൻ അത്ര ടെൻഡൻസി ഉണ്ടാവില്ല. ക്ലോറിന് ആകെ 17 ഇലക്ട്രോൺസേ ഉണ്ടാവേണ്ടുള്ളൂ അല്ലേ. ബട്ട് വാട്ട് ഹാപ്പൻ? ഈ ഒരു ബോണ്ടഡ് പെയറിൽ ഹൈഡ്രജൻ ഇലക്ട്രോണും കൂടെ അതിൻ്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് വന്നത്? ക്ലോറിന് 17 പ്രോട്ടോൺ 17 ഇലക്ട്രോൺ ആണ്. പക്ഷേ ബോണ്ടഡ് ചെയ്ത ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോൺ, ബോണ്ട് ചെയ്യുന്നത് ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണും വെച്ചിട്ടില്ല. അപ്പോൾ ഈ ബോണ്ടഡ് പെയറിൽ ഹൈഡ്രജൻ ഇലക്ട്രോണും കൂടെ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനൊരു സ്ലൈറ്റായിട്ടൊരു നെഗറ്റീവ് ചാർജ്, അതുകൊണ്ടാണ് നമ്മളൊരു ഡെൽറ്റ വെച്ച് കാണിക്കുന്നത്, സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ഈ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ആ ഒരു പ്രോട്ടോണെ പതുക്കെ ക്ലോറിൻ്റെ അടുത്തേക്ക് പോയപ്പം ഹൈഡ്രജൻ്റെ അടുത്തൊരു സ്ലൈറ്റ് പോസിറ്റീവ് വരും, സ്ലൈറ്റായിട്ടുള്ള പോസിറ്റീവ് ചാർജ് വരും. അപ്പം എന്ത് മനസ്സിലായി? ഈ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു പോളാർ ആയിട്ടുള്ള ബോണ്ടാണ്. പോളാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ദ വിൽ ബി ഹാവിങ് എ സ്ലൈറ്റ് ചാർജ് ഓൺ ദി എലിമെൻറ്റ്. ഈ എലിമെൻറ്റ്സിൻ്റെ മുകളിൽ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്ത ആറ്റത്തിന് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ആരെടുത്തു നിന്നാണ് അത് ഷിഫ്റ്റ് ആയിപ്പോയത്? ഇറ്റ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. സോ ബൈ ലുക്കിംഗ് അറ്റ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റീൻ്റെ വാല്യൂ മനസ്സിലായ വി വിൽ നോ ദാറ്റ് വെദർ ദ ബോണ്ടിങ് ഇസ് പോളാർ ഓർ നോൺ പോളാർ ബോണ്ട്. പോളാർ ബോണ്ട് എന്ന് നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ടു ആറ്റം, നോ ഷിഫ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർ ടേക്ക് പ്ലേസ്. Such bonds does not have a charge. But in the case of polar bond, the bonded pair will be shifted more towards the atom which is more electronegative than the other. So there will be a slight charge on these atom and these are called as polar bonds. അപ്പം ഈ ഇലക്ട്രോനെഗറ്റിവിറ്റീൻ്റെ വാല്യൂ വെച്ച് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും കോവലന്റ് ബോണ്ടിൽ പോളാർ ആണോ നോൺ പോളാർ ബോണ്ടാണോ എന്നുള്ളത്. മനസ്സിലായി? ഈ പോളാർ നോൺ പോളറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്, സോളിബിലിറ്റി ഒക്കെ പഠിക്കുമ്പം ഞാൻ പറയുന്നത് ദിസ് ഇസ് എ പോളാർ ബോണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്ത് സാധനം ചോദിക്കരുത്. അതിനാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ എടുക്കാനുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിന് എങ്ങനെയാണ് പീരിയഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, സിമ്പിളായിട്ട് കളയരുത്. പിന്നെ ഇനി നമുക്ക് ശരിക്കും എനിക്കിനി ഒരു ക്ലാസ് മതി എടുക്കാൻ, പക്ഷേ അത് ചിലപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ.
അപ്പം അതിലും നല്ല നമുക്കത് 2 ക്ലാസ്സാക്കി സ്പ്ലിറ്റായ ഈ ലെസൺ അങ്ങ് തീരും. വേവേം ഡൗട്ടൊക്കെ നിങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ലെസനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഡൗട്ട്സും കൂടെ വെച്ചൊരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്. വേറെ കുട്ടികൾക്കും ഇതേപോലെ ഡൗട്ട്, അതായത് ഒരാൾക്കുള്ള ഡൗട്ട് തന്നെയായിരിക്കും മെജോറിറ്റി, എല്ലാവർക്കും ഉണ്ടാകുന്ന സെയിം ഡൗട്ട്. അപ്പം അതുപോലെയൊക്കെ എനിക്ക് ചെയ്യാം. പിന്നെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കൊരു വീഡിയോ ആക്കി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് ഓൾസോ ഫോർ ദ അതർ സ്റ്റുഡൻസ്. അവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാകാത്ത കാര്യമൊക്കെ കമൻസിലിടും കേട്ടോ. ഓക്കെ, താങ്ക് യു.